പറ്റാത്ത രീതിയിലുള്ള അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയണത്. അതും എൻ്റെ അടുത്തേ പറഞ്ഞിട്ടുള്ളൂ, അമ്മയുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും. മനസ്സിലായി? അപ്പോൾ ആ ഒരു ഡിസിഷൻ ആയതുകൊണ്ടാണ് അത് ഒരുപാട് ഡ്രാഗ് ചെയ്തത്. പക്ഷെ അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നമുക്കൊരു സ്ഥലത്ത് പറ്റുന്നില്ല എന്ന് കണ്ട ആ സമയത്ത് ചിലപ്പോൾ എല്ലാവരും നമ്മുടെ അഗേൻസ്റ്റ് നിൽക്കുമായിരിക്കും, പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് അവിടെ നിന്ന് വിടുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കഴിയുമ്പോൾ നമുക്കത് ആർക്കും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ മിണ്ടാതെ കേൾക്കേണ്ടി വരും. ദാറ്റ്സ് ഓൾ. സോ വാട്ട് യു സെഡ് ഇസ് ലൈക്ക് പ്രിറ്റി റൈറ്റ്. അമൃതേച്ചിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞങ്ങളുടെ അച്ഛനും അമ്മയും ഭയങ്കര പാവ ആൾക്കാരായിരുന്നു. അപ്പം അവർ പറയും കുഴപ്പമില്ല, ഞങ്ങൾക്കറിയാലോ ഞങ്ങളുടെ മോൾക്ക് ഇങ്ങനെ തെറ്റ് പറ്റാനുള്ള, ഞങ്ങൾ എങ്ങനെ വളർത്തിയോണ്ടായി. ഇപ്പം നിന്നെ ഞങ്ങൾ വേറെ കുറച്ചൊരു ബോൾഡൊക്കെ ആക്കി വളർത്തിയായിരുന്നു, നിനക്കിതൊന്നും പറ്റില്ലായിരുന്നു. നിന്നെ ഒരു പാവമായി പോയതുകൊണ്ടാണ് നിനക്കത് അനുഭവിക്കേണ്ട വന്നേന്നുള്ളത് പറയുന്നതാണ് ചേച്ചിയുടെ സ്ട്രെങ്ത്. സോ വി ആർ ലക്കി ദാറ്റ് വേ. അല്ലെങ്കിലും അന്നത്തെ ഒരു ഏജില് അമൃതയ്ക്കും എത്ര മെച്യൂരിറ്റി ഉണ്ട്, വളരെ യങ് അല്ലേ. അപ്പോഴും നമ്മൾ ലൈഫിനെ എപ്പോഴും പോസിറ്റീവായിട്ടേ കാണൂ. ആരും നമുക്ക് ചീത്ത വരും എന്ന് എത്ര പാരന്റ്സ് കുറേയും കൂടെ എക്സ്പീരിയൻസ് വെച്ചിട്ടും അവരുടെ ഒരു മെച്യൂരിറ്റി ലെവലിൽ അവർ പറഞ്ഞാലും ആ ഒരു ഏജിൽ ഒരു ലേഡി ഒരിക്കലും എന്റെ ലൈഫിൽ ദേ ഇങ്ങനെ വരാൻ പോണെന്ന് വിചാരിക്കുന്നതേ ഇല്ല. എനിക്ക് നല്ലതായിരിക്കും വരുന്നത്, ഒരു ട്രൂ ലവ് ആണ്, എന്റെ ലൈഫ് നല്ല രീതിയിൽ ടേക്ക് ഓഫ് ചെയ്യും ഇതാണെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചിട്ട് അതിലേക്ക് സ്റ്റെപ്പ് ഓൺ ചെയ്യാണ്. പക്ഷേ അതവിടുന്ന് തെറ്റിപ്പോയി. അങ്ങനെ പറഞ്ഞ വിട്ട് എന്റെ സ്റ്റോറിയിലെ വില്ലൻ ചിലപ്പോ മറ്റൊരാൾക്ക് വില്ലൻ ആയിരിക്കണം എന്നില്ല കേട്ടോ. അവര് തമ്മിൽ ചേരായിരുന്ന കൊണ്ടാണ് അവരത് വർക്ക് ആവുന്നത്. മേ ബി പുള്ളിയാണെങ്കിലും അയാള് നല്ലതാണെന്ന് തോന്നുന്ന വേറെ ആൾക്കാരുണ്ടാവുമായിരിക്കാം. അതിനകത്ത് നമുക്കൊരു തെറ്റും പറയുന്നില്ല. ആള് ചെയ്യുന്ന നല്ലതൊക്കെ നല്ലതാന്ന് തന്നെ അപ്പോഴും പറയുന്നുള്ളൂ. പക്ഷെ എന്റെ ചേച്ചി സഫർ ചെയ്തത് അത് കേൾക്കുമ്പോ എനിക്ക് ഹീസ് എ വില്ലൻ ഓൺലി. അതായത് എനിക്കിപ്പോ എവിടെ ഇരുന്നോ ഞാൻ പറയും, ഐ ഡോണ്ട് കെയർ. ചിലത് തമ്മിൽ ചേരില്ല, എന്നാ അതിലെ ഒന്ന് വേറെ ആൾക്കാരായിട്ട് അത് ചേരുവായിരിക്കാം. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ അതിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് സക്സസ്ഫുൾ ആയ സ്ട്രോങ് ആയി ഒന്ന് ജീവിച്ച് കാണിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാൻ ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ നമ്മളവിടെ കിടന്ന് വെറുതെ വിക്ടിം കാർഡ് കളിക്കണോ, പെണ്ണിന്റെ ഇത് പറയണോ, ചുമ്മാ അതാ. കാരണം വേറെ കുറെ കഥകൾ നമുക്ക് അറിയാവുന്നതാണ്, വേർ വിമൻ ആർ വില്ലൻ. സോ നമ്മുടെ നാടാണെങ്കിലും കുറച്ചുകൂടെ ആണുങ്ങൾക്ക് ഒരു ഇതുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പോട്ടെ, സമയം വരും. കീപ്പിംഗ് ക്വയറ്റ് അറ്റ് ടൈംസ് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ എന്റെ ചേച്ചി ഉണ്ടായിരുന്ന പോലെ ഉണ്ടായിരുന്ന പറ്റില്ല. അതെ, പറ്റില്ല. അത് ആരും ഒരുപാട് വർഷത്തേക്കൊന്നും ഉണ്ടായിരിക്കരുത്. ഒരു 10-20 മിനിറ്റ് ഒക്കെ ഉണ്ടായിരിക്കും, എന്നിട്ട് മിണ്ടണോ. പറയാൻ കേൾക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ കേട്ട് കൊടുത്തോളൂ. അമൃതയുടെയും നിങ്ങളുടെ ആ ഒരു റിയാലിറ്റി ഷോയിൽ വന്ന സമയത്ത്, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ഇതിലൊക്കെ ലൈഫ് മാറ്റിയതാണ് സുരേഷ് ചേട്ടൻ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തപ്പോഴും. ആ ഒരു റിലേഷനെ കുറിച്ചും കൂടെ ഒന്ന് പറയൂ അബി. ഇപ്പോ എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും തമ്മിലുള്ള റിലേഷൻ? ആ ഒരു ഇത് പറയാനാണെങ്കിൽ ഇപ്പൊ സുരേഷ് അങ്കിളായിട്ടുള്ള നമ്മുടെ ഇതുവരെയും ഭയങ്കരമായിട്ട് സൈബർ ബുള്ളീഡ് ആയിട്ടുള്ള, അഗൈൻ ഈ പറഞ്ഞ പോലെ ഒരു 10 കമന്റുകളിൽ ഈ ഒരു സാധനം വരുമ്പോഴാണ് പയ്യ ആൾക്കാർ ഇത് അങ്ങനെ ആയിരുന്നല്ലോ എന്ന് ബാക്കി കമന്റ് ചെയ്യുക. അപ്പൊ സുരേഷ് അങ്കിളുടെ സീൻ എങ്ങനെയായിരുന്നു വെച്ചാൽ, സ്റ്റാർ സിംഗറിൽ ചേച്ചിയുടെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ മൗനമേ എന്ന് പറയുന്ന പാട്ട് പാടിയ റൗണ്ടിൽ ചേച്ചി ഒരു പട്ടുപാടയും ബ്ലൗസ് ആയിരുന്നു. അപ്പൊ ചേച്ചി പാട്ടിനും പെർഫോമൻസിനും നമ്മൾ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂമിനും ഒക്കെ ആയിരുന്നു മാർക്ക്. ചേച്ചിയുടെ കോസ്റ്റ്യൂമിന് മാർക്ക് കുറഞ്ഞു, പെർഫോമൻസിന് ഫുള്ള് കിട്ടി. അന്നാണ് സുരേഷ് അങ്കിൾ ഏഷ്യനെറ്റിൽ വിളിച്ചിട്ട് പറയുന്നത്, ഇനി അമൃതയ്ക്ക് കോസ്റ്റ്യൂമിന്റെ കേസിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഇതാണ് അന്നുള്ള ബന്ധം. ഇന്നും രാധികാന്റിയായിട്ടും സുരേഷ് അങ്കിളായിട്ടും മക്കളായിട്ടും ഒക്കെ ഞങ്ങൾ ഇപ്പോഴും ലൈക്ക് ഫാമിലി. പറഞ്ഞുകൊണ്ട് ചേച്ചി പറഞ്ഞ പോലെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ഒരു ഫാമിലിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സുരേഷ് അങ്കിളുടെ ഫാമിലി എന്നാണ്. ആ കള്ളൻ എന്നുള്ള പേര് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര നല്ല രീതിയിൽ ജീവിച്ചാലും അവൻ കള്ളനാന്നുള്ള പേര് വന്നോണ്ടേയിരിക്കും. അത് കട്ടോന്ന് മാറ്റർ അല്ല, ആ കട്ടിട്ടുണ്ടെങ്കിൽ കക്കാനുള്ള റീസൺ മാറ്റർ അല്ല, ഇതൊന്നും മാറ്റർ അല്ല. ആ പേര് വീണോ യു ആർ ഡൺ. എസ്പെഷ്യലി കള്ളൻ എന്നുള്ളതിന്റെ നമുക്ക് അതിന്റെ ഒരു ജെൻഡറും കൂടെ മാറ്റിയ, കള്ളിയാണെങ്കിൽ യു ആർ ഡൺ. ഒരു പെണ്ണിനാണ് ഇത് പറ്റുന്നുണ്ടെങ്കിൽ, കാരണം അതിനകത്ത് ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് മാറ്റാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. ഇവിടെ ഇങ്ങനെയാണ്. നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ കുറെ കൂടെ ഒരു മെയിൽ ഡോമിനൻസ് ഉള്ള സ്ഥലമാണ്. അപ്പം നമുക്കതിനെ വേണമെങ്കിൽ അറിഞ്ഞ് നമ്മുടേതായ ഒരു വഴി വെട്ടി വരാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും അഗേൻസ്റ്റ് ആയി നിൽക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി നിൽക്കുക. അപ്പം നമ്മുടെ എവിടെയെന്ന് പറഞ്ഞാൽ ബീങ് എ വുമൺ, സെൽഫ് ഏൺ ചെയ്ത് സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയി നിൽക്കുന്ന ഒരു പെണ്ണിന് ഇങ്ങനത്തെ ഒരു ടാഗൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി അത്രയൊന്നും നമുക്ക് എഫേർട്ട് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ ലൈഫ് വെച്ചിട്ട് നമ്മൾ കളിക്കേണ്ടി വരും. അത് വെരി ട്രൂ. ആ ഒരു പേര് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കാൻ വർഷങ്ങളെടുക്കും.
ഒന്ന് വരാൻ ഒരു സെക്കൻഡ് മതി, അതൊന്ന് മാറ്റി അതൊന്ന് ഹീൽ ചെയ്ത് എടുക്കണമെങ്കിലാണ് അതിന്റെ മുകളിൽ എത്ര ഡേയ്സ് എത്ര ഇയേഴ്സ് വേണം അല്ലേ? അതിനകത്ത് പക്ഷെ ആർക്കും ഒരു പ്രശ്നമില്ലെന്നേ. ഒരാളുടെ വീഴ്ച അല്ലെങ്കിൽ ഒരാളുടെ പെയിനിനാണ് നമ്മൾ ഈ മോക്ക് ചെയ്യുന്നത്. എന്തായി ഇപ്പോന്നൊക്കെയുള്ളൊരു ടോണ് അങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ അത് അങ്ങനെ പറയാനും വേണം ഒരു പ്രത്യേക ഒരിത്. എന്തൊക്കെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം എടാ നമ്മളിവിടെ ആകെ വീണിരിക്കുള്ളൂ, സ്റ്റോപ്പ് എന്ന് നമുക്ക് അവിടെ പറയാനുള്ളൊരു ഓപ്ഷൻ. നേരിട്ടാണെങ്കിൽ നമുക്കത് പറയാം. പക്ഷെ അതും നിങ്ങൾ എന്താണ് സിറ്റുവേഷന്റെ ഡെപ്ത് മനസ്സിലാക്കുന്നില്ല, അവിടുത്തെ റിയാലിറ്റി മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നില്ല. ജസ്റ്റ് റാൻഡംലി ഇങ്ങനെ പോവാ, ഒന്ന് കൊടുത്തേക്കാം, കമന്റ് ചെയ്യുന്നു, പോണു. എന്താണെന്നൊന്നും അവിടെ അല്ലേ റിയാലിറ്റി മനസ്സിലാക്കാണ്ടാണ് പലരും കമന്റ് ചെയ്യണതും ഈ പറയണ പോലെ അറ്റാക്കിങ് ഒക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഓരോ ആൾക്കാർക്ക് ഓരോ ലുക്ക് ഉണ്ട്, ഒരു വൈബ് ഉണ്ട്. ചിലർക്കൊക്കെ പറഞ്ഞോട്ട് ഭയങ്കര കള്ളന്മാരാണെങ്കിലും അവർക്ക് ഭയങ്കര പാവം ലുക്കായിരിക്കും. ഇനിയിപ്പോൾ അവരൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പാവം കണ്ടാത്തന്നെ എങ്ങനെ അറിയാനാണ്? ഹൗ കെൻ വി ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ? ഒരാളുടെ ലുക്കല്ല അയാൾ എന്താണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എനിക്കൊക്കെ സ്പെഷ്യലി ഞാൻ മറ്റേ പട്ടിഷോ ജാട അഹങ്കാരി ഇതാണ്. എൻ്റെ അടുത്തൊരു ഇച്ചിരി നേരം സംസാരിച്ചിട്ട് തന്നെ അങ്ങനെ ജഡ്ജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ ഭാഗ്യത്തിന് എൻ്റെ ചേച്ചി പണ്ടൊക്കെ ഭയങ്കര സ്റ്റാർസിങ്ങിന്റെ സമയത്തൊക്കെ ഭയങ്കര വേറൊരു പേഴ്സോണ ആയിരുന്നു. പക്ഷെ അവരുടെ ലൈഫ് ആണ് അവർ ഇത്രയും ബോൾഡ് ആക്കി ഇത്രയും സ്ട്രോങ് ആക്കി എന്നുള്ളത് എത്രത്തോളമൊക്കെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും, പക്ഷെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ലുക്കും വൈബും വെച്ച് അഹങ്കാരികളാണ്. ഒരു രക്ഷയില്ല, അവരുടെ കയ്യിലിരിപ്പിന്റെ അവർക്ക് കിട്ടണം അല്ലേ? നമ്മളിപ്പോ ഇങ്ങനെ അതെ പോന്നോട്ടെ അത്ര ഒന്നും ചെയ്യാനില്ല അതിനകത്ത്.